കുറഞ്ഞ തുക കൂടുതൽ ലാഭം. ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ ആ വലയിൽ വീഴാൻ മലയാളി ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. പറഞ്ഞു വന്നത് ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേരിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ്. നിസ്സാരമല്ല, 1630 കോടി രൂപയുടെ തട്ടിപ്പ്. തൃശൂർ ആസ്ഥാനമായി KD പ്രതാപനും ഭാര്യ ശ്രീന KS ചേർന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ഹൈറിച്ച്. മണി ചെയിൻ മാതൃകയിലായിരുന്നു പ്രവർത്തനം. ഹൈറിച്ചിന് ഒരു കസ്റ്റമറിനെ നൽകിയാൽ ആ വ്യക്തി വാങ്ങുന്ന സാധനങ്ങളുടെ ലാഭത്തിൽ നിന്ന് 50% പരിചയപ്പെടുത്തിയ ആൾക്ക് കിട്ടും. ആ ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് പണം കുമിഞ്ഞുകൂടുമെന്നായിരുന്നു പറച്ചിൽ. ലാഭവിഹിതം കിട്ടാൻ 800 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം എടുത്താൽ മതി. 1,79,00,000 അംഗങ്ങൾ. കേരളത്തിൽ 78 ശാഖകൾ. ഇന്ത്യയിലാകെ 680 ശാഖകൾ. നടന്നത് ചൂതാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മുൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി കോടതിയിലെത്തി. ചേർപ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനിടെ ഹൈറിച്ചിൽ നിന്ന് 126 കോടി രൂപയുടെ GST വെട്ടിപ്പ് കണ്ടെത്തി. അറസ്റ്റിലായ KD പ്രതാപൻ പിന്നീട് ജാമ്യത്തിലിറങ്ങി. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഭരണപക്ഷം കണ്ടില്ല, പ്രതിപക്ഷം മിണ്ടിയതുമില്ല. എന്നാൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര തുടക്കം മുതൽ ഹൈറിച്ചിനെതിരെ നിലപാടെടുത്തു. മണി ചെയിൻ, കള്ളപ്പണം വെളുപ്പിക്കൽ മുതൽ ഹൈറിച്ച് OTTയിലേക്ക് വരെ ആരോപണമെത്തി. 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള HR OTTയിൽ വന്ന സിനിമകളിൽ പലതും 1000 ആളുകൾ പോലും തികച്ചും കണ്ടിട്ടില്ല എന്നത് പോലീസിനും വ്യക്തമായി. ഡിസംബറിൽ പ്രതികളുടെയും സ്ഥാപനത്തിൻ്റെയും ആസ്തികൾ മരവിപ്പിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ 100 കോടി രൂപയുടെ ഹവാല കടത്തിയെന്ന ആരോപണം കൂടി ഉയർന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലിറങ്ങി. വിവിധ ജില്ലകളിൽ നിന്ന് നിക്ഷേപകരുടെ പരാതികൾ ഉയർന്നു. EDയുടെ റെയ്ഡിൽ 30 അക്കൗണ്ടുകളിലായി കണ്ടെത്തിയ 212 കോടി രൂപ മരവിപ്പിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴി 1157 കോടി രൂപ സമാഹരിച്ചെന്നാണ് പ്രാഥമികമായ കണക്ക്. അതേസമയം ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ ED റെയ്ഡിനെത്തുന്നതിന് തൊട്ടു മുൻപ് ഈ വിവരം ചോരുകയും ചെയ്തു. KD പ്രതാപനും ഭാര്യയും മുങ്ങി. മുങ്ങിയവർ എന്ന് പൊങ്ങുമെന്ന് ആർക്കും അറിയില്ല. പിടികൂടാൻ പോലീസ് കാര്യമായി ഉത്സാഹിക്കുന്നുമില്ല. എന്നാൽ പണം നഷ്ടപ്പെട്ടവർ നെഞ്ചിടിപ്പോടെ കഴിയുകയാണ്. കാരണം അവരിൽ പലരും അത്ര ഹൈറിച്ചല്ല.